വീട്ടിലൊരു പീഡന കേസ് വന്നു. അതിലൊക്കെ സജി എന്നാ ആ പെണ്ണ് പറഞ്ഞത്. ഒരു മാസത്തോളം അന്വേഷിച്ചായിരുന്നു. ഒരു മാസത്തോളം അന്വേഷിച്ചിട്ട് ഒന്നും കണ്ടിട്ടില്ല. നെടുങ്കണ്ടത്തെ ഇരട്ട കൊലപാതകത്തിൽ അറസ്റ്റിലായിട്ടുള്ള സജിയുമായിട്ടുള്ള ചോദ്യം ചെയ്യൽ ഇപ്പോൾ നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനുള്ളിൽ പുരോഗമിക്കുകയാണ്. സ്റ്റേഷനുള്ളിൽ കീഴടങ്ങിയിട്ടുള്ള സജിയെ ചോദ്യം ചെയ്തു വരുന്നു. നാട്ടുകാരുടെ മുൻപിലായിരുന്നു സജി കീഴടങ്ങിയത്. മണിക്കൂറുകളോളം സജി ഇന്നലെ വൈകുന്നേരം മുതൽ ദീർഘനേരം തന്നെയും സജി ഒളിവിൽ കഴിയുകയായിരുന്നു. തൊട്ടടുത്തുള്ള വനമേഖലയിലാണ് സജി ഒളിവിൽ കഴിഞ്ഞത് എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം 2018 മരണപ്പെട്ടു അല്ലെങ്കിൽ തിരോധാനം സംഭവിച്ചു എന്ന് കരുതുന്ന ഈ സജിയുടെ പിതാവ് മാത്യുവിനെ ഇപ്പോൾ സജി കൊലപാതകം നടത്തിയതാണെന്നുള്ള സംശയമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. 2018 മാത്യുവിനെ കാണാനാകുന്നില്ല എന്ന ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ ലഭിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യലടക്കം നടക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ചോദ്യം ചെയ്യലിൽ മറ്റു കണ്ടെത്തലുകളിലേക്കൊന്നും കടക്കുവാൻ കഴിഞ്ഞില്ല. അതോടുകൂടി ആ കേസ് പാതി വഴിയിൽ അവസാനിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ ഒരു കൊലപാതകത്തിന്റെ സംഭവ പശ്ചാത്തലം ഉയർന്നു വരുന്നതിന്റെ സാഹചര്യത്തിലാണ് സജി തന്നെയാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ള സംശയം ഉയർന്നു വന്നത്. നമുക്കൊപ്പം നാട്ടുകാർ കൂടി ചേരുന്നുണ്ട്. ചേട്ടാ, 2018 മാത്യുവിനെ കാണാതായത് ബന്ധപ്പെട്ട് പരാതി നൽകിയതല്ലാതെ മറ്റ് അന്വേഷണങ്ങളൊന്നും നടന്നിട്ടില്ല അല്ലേ? സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുള്ളതാണ്. അവിടെ ഇടയ്ക്ക് പോലീസ് എല്ലാം അന്വേഷണമൊക്കെ വന്നിട്ടുള്ളതാണ്. ഇടുക്കിയിൽ നിന്നെല്ലാം പോലീസുകാർ അന്വേഷിക്കാൻ ഞാൻ തൊട്ടയിലങ്ങാനാണ്. ഇടയ്ക്കിടയ്ക്ക് പോലീസുകാർ വന്നാൽ ആ ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു സംശയം ഉണ്ടായിരുന്നോ സജിയാണിത് ചെയ്തതെന്നുള്ളത്? ഇല്ല, സംശയമില്ല. അന്ന് സജിയുടെ ഒരു എങ്ങനെയായിരുന്നു സജിയുടെ പെരുമാറ്റം അന്നത്തെ കാലത്ത്? ഒരു 8 വർഷം കൂലിപ്പണിക്ക് നടക്കുക, അങ്ങനെ ഇങ്ങനെ ഒരു മൈൻഡ് നമുക്ക് അറിയത്തില്ല. അന്നും മദ്യപാനവും മറ്റ് ലഹരിയുടെ ഉപയോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മദ്യപാനം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആണോ ഈ ഘട്ടത്തിലാണോ ഇത്ര ക്രൂരമായ ഒരു കൊലപാതകം ചെയ്ത ഘട്ടത്തിലാണോ അന്ന് ഇത് സജി ആയിരിക്കും ചെയ്തിട്ടുള്ളത് എന്നുള്ള സംശയത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു? വന്നപ്പോഴാണ് സംശയം. അതുപോലെ തന്നെ 2012 വേറൊരു സംഭവം ഉണ്ടായി. അവരുടെ വീട്ടിലൊരു പീഡന കേസ് വന്നു. അതിലൊക്കെ സജി എന്നാ ആ പെണ്ണ് പറഞ്ഞത്. അതും ഞങ്ങൾക്ക് ഇപ്പോൾ ഈ സജീൻ്റെ സംശയം. ഇപ്പോഴാണ് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് സംശയം, ഇവനെ തന്നെ സംശയം. തീർച്ചയായും നാട്ടുകാരങ്ങനെ പല ദുരൂഹമായ സംഭവങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പല സംഭവങ്ങൾക്കും ഉത്തരവാദി സജിയാണ് എന്ന നിലയ്ക്കാണ് നാട്ടുകാരുടെ പ്രതികരണങ്ങൾ വരുന്നത്. പ്രധാനപ്പെട്ടത് അതിൽ എടുത്തു പറയേണ്ടത് 2018 മാത്യുവിൻ്റെ തിരോധാനമാണ്. മാത്യുവിന് എന്ത് സംഭവിച്ചു എന്ന് അറിയണമെങ്കിൽ അത് സജി കൂടി എന്താണ് ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ പറയുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. നമുക്കപ്പോൾ ഈ സജിയുടെ സഹോദരി മരിച്ച മേരിക്കുട്ടിയുടെ മകൾ സിനി ചേരുന്നുണ്ട്. സിനി, 2018 മാത്യു നിങ്ങളുടെ പിതാവിൻ്റെ തിരോധാന സമയത്ത് സജിയെ സംശയിച്ചിരുന്നു? ഇല്ല, അന്നേരം ഒന്നും സംശയിച്ചില്ലായിരുന്നു. ഇപ്പൊ ഇത് വന്നത് കൊണ്ടാണ് അങ്ങനെ സംശയം പറഞ്ഞത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു 2018 ഈ നിലയിൽ അക്രമാസക്തനായിരുന്നു സജി ആ സമയത്ത്? ആ സമയത്തൊന്നും കുഴപ്പമില്ലായിരുന്നു അല്ലേ. പിന്നെ സ്മോൾ അടിക്കുമായിരുന്നു, വഴക്കുണ്ടാക്കുമായിരുന്നു. അന്നേരം അച്ഛനാണേലും വഴക്ക് പറയുമായിരുന്നു. രണ്ടുപേരോട് വഴക്കുണ്ടാക്കുന്നു, കള്ളടിക്കരുതെന്നും പറഞ്ഞുണ്ടാക്കാൻ അന്നേരം അടിക്കുമായിരുന്നു. പിതാവുമായി ആ സമയത്ത് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ ഈ സ്മോൾ അടിക്കുന്ന വഴക്ക് പറയുന്നുള്ള വൈരാഗ്യം അല്ലാതെ വേറെ വൈരാഗ്യങ്ങളൊന്നുമില്ല. അന്ന് പിതാവുമായി എന്തെങ്കിലും സംഘർഷം ഉണ്ടായിട്ടുണ്ടായിരുന്നു? ഇല്ല. ഞായറാഴ്ച പള്ളി കഴിഞ്ഞ് വന്നിട്ട് തിങ്കളാഴ്ച രാവിലെ നെടുങ്കണ്ടം പോയതാന്ന് പറഞ്ഞു. പിന്നെ വൈകുന്നേരം വൈകുന്നേരം കണ്ടിട്ടില്ല. ഈ കാണാതായി എന്ന് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് പോലീസ് വേണ്ടത്ര നിലയിൽ അന്വേഷണം നടത്തിയിരുന്നു? അവര് ഒരു മാസത്തോളം അന്വേഷിച്ചായിരുന്നു. ഒരു മാസത്തോളം അന്വേഷിച്ചിട്ട് ഒന്നും കണ്ടിട്ടില്ല. എല്ലായിടത്തും പോയി തന്നെ അന്വേഷിച്ചായിരുന്നു. ഇതുവരെയും കണ്ടിട്ടില്ല. എവിടെ പോയിട്ടുണ്ടാകുമെന്നായിരുന്നു അന്ന് സംശയിച്ചിരുന്നത്? എങ്ങനെയാണ് കാണാതായതെന്ന് അന്ന് സംശയിച്ചിരുന്നത്? എവിടോട്ടോ പോയി എന്നായിരുന്നു. എങ്ങോട്ടോ പോയി. പിന്നെ ജമ്മു കാശ്മീർ വരെ ഞങ്ങൾ അന്വേഷിച്ചു. അനിയൻ അവിടെയാ, അവിടെ എല്ലാം അന്വേഷിച്ചു. അവിടെ എവിടെ എത്തിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഏതെങ്കിലും യാത്ര പോകുന്നതിനെ കുറിച്ച് അന്ന് പിതാവ് സൂചിപ്പിച്ചിരുന്നു? ഇല്ല, ഞാനന്ന് അവിടെ ഇല്ലായിരുന്നു. എന്നെ കടിച്ചു വിട്ട് വീട്ടിലായിരുന്നു. പിന്നെ അമ്മയും ഇവരും ഉണ്ടായിരുന്നു. അമ്മയാണ് പറഞ്ഞത് ഇവർ രണ്ടുപേരും എണീറ്റില്ല. എണീക്കുന്നതിന് മുമ്പേ തന്നെ പപ്പ അവിടുന്ന് പോയെന്നാ പറഞ്ഞേ. 6 മണിയായപ്പം PPMSന് കയറി നെടുങ്കണ്ടം വന്നു എന്നാ പറഞ്ഞേ. എന്ന് വെച്ചാൽ അന്ന് ഈ സംഭവം നടക്കുന്ന ദിവസം അമ്മയും സജി മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നു? റജി ഉണ്ടായിരുന്നു. അപ്പോൾ സജി എവിടെയായിരുന്നു അന്നത്തെ ദിവസം? അവര് വീട്ടിൽ തന്നെ കിടന്ന് ഉറങ്ങുമായിരുന്നു. 4 പേരും വീട്ടിലുണ്ടായിരുന്നു. എല്ലാവരും ഉറക്കമായിരുന്നു. അവരെ എണീക്കുന്നതിന് മുമ്പ് മാത്യു വീട് വിട്ടു പോയി എന്നാണ് കരുതിയിരുന്നത് അല്ലേ? നെടുങ്കണ്ടം വന്നു എന്നാ പറയുന്നേ. നെടുങ്കണ്ടത്ത് കണ്ടവരുണ്ടോ ആരെങ്കിലും? കണ്ടവരൊന്നും ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. 10 മണി വരെ കണ്ടവരുണ്ടെന്ന് പറഞ്ഞു. നെടുങ്കണ്ടത്ത് എനിക്കറിയില്ല. അന്ന് നെടുങ്കണ്ടത്ത് 10 മണി വരെ കാണാതായ മാത്യുവിനെ കണ്ട ആളുകൾ ഉണ്ട് എന്ന് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതും പറഞ്ഞായിരുന്നു. തീർച്ചയായും. അപ്പോൾ അതിൻ്റെ ഒരു ദുരൂഹതകൾ ഇനിയും ബാക്കിയാണ്. മാത്യു 2018 കാണാതെ പോയി. ഒരു ദിവസം രാത്രി എല്ലാവരും വീട്ടിൽ നിന്ന് ബാക്കി എല്ലാവരും
എഴുന്നേൽക്കുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നു. പിന്നീട് നെടുങ്കണ്ടം ടൗണിൽ വെച്ച് 10 മണി വരെ കണ്ട ആളുകളുണ്ട് എന്ന് പോലീസിന് മൊഴി നൽകിയ ആളുകൾ ഉണ്ട്. ഏതായാലും ഈ ഘട്ടത്തിൽ സജി 2 നിഷ്ഠൂരമായ ക്രൂര കൊലപാതകം ചെയ്തിരിക്കുന്നു എന്ന പശ്ചാത്തലത്തിലാണ് അന്നത്തെ 2018 കൊലപാതകം ചെയ്തത് സജി തന്നെയാണ് എന്നുള്ള സംശയത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതുകൂടി പോലീസ് ഈ ഘട്ടത്തിൽ അന്വേഷിക്കുന്നുണ്ട്. എന്താണ് നടന്നത് എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു വരണമെങ്കിൽ ഇപ്പോൾ ചോദ്യം ചെയ്യുന്ന ഘട്ടം പൂർത്തിയാകണം. പോലീസ് ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ കൂടി മനസ്സിലാക്കിയാൽ മാത്രമേ അതിൽ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. മീഡിയ 1 ഇടുക്കി.